തന്റെ ഒപ്പം നടന്ന 4 കൂട്ടുകാരും ഇന്ന് ഈ ലോകത്തിലില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ യാഥാർത്ഥ്യം അജിന്റയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. കൂട്ടുകാർ തന്റെ കയ്യിലേക്ക് നൽകിയ കുടയും റൈറ്റിംഗ് ബോർഡും അവരെക്കുറിച്ചുള്ള ഓർമ്മകളും മാത്രമാണ് ഇപ്പോൾ അജിനയുടെ കൂടെയുള്ളത്. ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായിരുന്നു. ഇന്നത്തെ ഹിന്ദിയിലായിരുന്നു അവർക്ക് ടെൻഷൻ. ആ ആശങ്ക പങ്കിട്ടായിരുന്നു അവർ സ്കൂളിൽ നിന്ന് തിരികെ നടന്നത്. ഇതിനിടെ നിതയുടെ നനഞ്ഞ കുട ബാഗിൽ വെക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ് അജിനെ ഏൽപ്പിച്ചു. എങ്കിൽ നീ ഈ റൈറ്റിംഗ് ബോർഡ് കൂടി പിടിക്കടി എന്നായി റിത. അജിനയുടെ ഒരു പെൻസിൽ ബോക്സ് റിതയുടെ ബാഗിലുണ്ടായിരുന്നു. അത് വീട്ടിലെത്തിയിട്ട് തരാമെന്ന് പറഞ്ഞു. എന്നാൽ വീട്ടിലെത്തുന്നതിന് മുൻപ് ആ 4 പേരെയും മരണം തട്ടിയെടുത്തു. അജിന മാത്രമാണ് രക്ഷപ്പെട്ടത്. ആയിഷ 8 ഈ ഡിവിഷനിലും മറ്റ് 4 പേർ ഡി ഡിവിഷനിലുമായിരുന്നു. ദിവസവും ഒരുമിച്ചായിരുന്നു ഇവർ പോയി വന്നിരുന്നത്. ഇർഫാനെ ഡെന്റൽ ഡോക്ടറെ കാണിക്കാൻ ഉമ്മ ഫാരിസ പനയമ്പാടത്ത് കാത്തു നിൽക്കുമെന്നും പറഞ്ഞിരുന്നു. ഇർഫാനെ ഉമ്മയെ കണ്ട നിമിഷത്തിലായിരുന്നു ലോറി വന്നിടിച്ചതും. ഇർഫാൻ സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ചാണ് മരിച്ചതെന്ന് അജ്ന പറഞ്ഞു. മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്ത് നിന്നും ലോറി വന്നു. ഞങ്ങൾ നിൽക്കുമ്പോൾ മണ്ണാർക്കാട്ടെ ലോറി നല്ല സ്പീഡിലാണ് വന്നത്. ലോറി ചേരിഞ്ഞു. മറ്റേ ലോറിയിൽ ഇടിച്ചു. എന്റെ കൂടെയുള്ളവരിലേക്ക് ഇടിച്ചു. ഞാൻ തെറിച്ച് കുഴിയിലേക്ക് വീണു എന്നാണ് അജ്ന പറഞ്ഞത്. ഇർഷാനയുടെ ഉമ്മ മുന്നിലുണ്ടായിരുന്നു. ഉമ്മയുടെ മുന്നിൽ നിന്നാണ് ലോറി ഇടിച്ചതെന്നും അജ്ന പറഞ്ഞു. 5 കുട്ടികൾ നടന്നു പോവുകയായിരുന്നു. മറ്റു ലോറിയിൽ ഇടിച്ച് അത് ചാലിലേക്ക് വന്നു വീണു. കുട്ടികൾ മാറാൻ ശ്രമിച്ചെങ്കിലും ചാലിൽ ലോറിയും വന്ന് വീഴുകയായിരുന്നുവെന്ന് വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇബ്രാഹിം പറയുന്നു.